നന്ദൂട്ടാ ഒരു പാട്ട് പാടുവോക്കളെ, ഓണം വന്നല്ലോ, പാട്. അമ്മേരെ കൈ നന്ദൂട്ടൻ പാട്ടൊക്കെ പാടുവോ ചേച്ചി? പാടും പാടും. നന്ദൂട്ടൻ മിടിക്കാണോ? മിടുക്കി കുട്ടിയാ. നന്ദു ഒരു പാട്ട് പാടും മക്കളെ. നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്യുമല്ലോ. നന്ദൂട്ടൻ മലരെ മൗനമാ ചെയ്തല്ലോ. നന്ദൂട്ടന്റെ മലരെ മൗനമാ. വെള്ളം കുടിച്ചിട്ടൊക്കെ പാടാൻ പറ്റുള്ളൂ. ഇയാൾ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ മാത്രമേ വെള്ളം കുടിക്കൂ, എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് ഉച്ചിരിത്താ. ഓ എന്ത് കഷ്ടമായത്. എനിക്കിതാ ഇച്ചിരി വെള്ളം, എനിക്ക് ഇച്ചിരി വെള്ളം എന്താ, എന്ത് കഷ്ടമാന്ന് പറ. എനിക്ക് ഒന്നും തരത്തില്ല ഈ നന്ദ. ഒരു ഓണം വന്നല്ലോ പാട്. ചോക്ലേറ്റ് വേണോ? അയ്യോ അതെന്താ അതെന്താ? ഗർഭിണിയാണ്. അയ്യോ കൊച്ചിനെ ചുമ്മാ തെറ്റിദ്ധരിച്ച് ഗർഭിണിയാന്നൊക്കെ. ഗ്യാസാ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചോളാ ഗ്യാസ് ഒക്കെ? നന്റെ തൊണ്ടയിൽ വന്നതാണോ ഈ ഗ്യാസ്? ഒന്നും കൂടെ അങ്ങനെ വെച്ചേരോ? ഇവള് ആദ്യമായിട്ട് ഇങ്ങനെ ഓരോരോ വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങിയപ്പോ ഏതാണ് ആദ്യം പറഞ്ഞ കൊറേ വേർഡ്സ് ഒക്കെ? പൊടി വാടി ഓട് എന്തൊക്കെയാ പറയുന്നത്? ആദ്യം പറഞ്ഞ അമ്മേന്ന് തന്നെയാണോ? അമ്മീന്നൊക്കെയാ വിളിക്കുന്നത്. എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് പറയുമായിരുന്നു. അവിടെ ഞാൻ കുഞ്ഞ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പം എന്റെ പെങ്ങന്മാരുടെ കൂടത്താവുമ്പോ ഇങ്ങനെ ഡി പൊടി എന്നൊക്കെ വിളിച്ച് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അത് കേട്ടിട്ട് ആള് ഡി വാടി പൊടി അതൊക്കെയാ അവള് കൂടുതലും ഫസ്റ്റ് പഠിച്ചു. ഇപ്പൊ പിന്നെ കുറച്ച് മാറ്റം. അവർക്ക് ഇവിടെ പുനലൂർ നിൽക്കുന്നതാണോ ഇഷ്ടം അതോ അമ്മയുടെ വീട്ടിൽ അങ്ങ് പോകുന്ന ഇഷ്ടം? അവിടെ എല്ലാരും കളിക്കാൻ ഒരുപാട് പേരുണ്ട്, അനിയനും. അപ്പം അങ്ങനെ പിന്നെ പട്ടി പൂച്ച അങ്ങനെ സംഭവങ്ങളുള്ളതുകൊണ്ട് അങ്ങ് പോകാൻ ഇഷ്ടം. പക്ഷെ അവിടെ പോകുമ്പോ ഇവിടെ വരണമെന്നും പറയും. എന്താ പട്ടി പന്നല, ചുറിയും പൂച്ചയും പന്നല. മുത്തുന്റെ കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കുന്നില്ലേ, അതാണ്. അവിടെ വേറെ എത്ര പൂച്ചയുണ്ട് മക്കളെ? 4 പൂച്ചയുണ്ട്. 5 പൂച്ചയുണ്ട്. അല്ല കൂട്ടി വന്നപ്പോ അവിടെ എവിടെയും കുറഞ്ഞു കൂട്ടിയൊക്കെ പോകുന്നു. മോനെ ഇപ്പൊ നമ്മളെ ഡാൻസിന്റെ പുതിയ സ്റ്റെപ്പ് എന്തുവാ മോനെ? മുദ്ര എങ്ങനെയാ മോനെ ഇപ്പോഴത്തെ നമ്മുടെ ഡാൻസിന്റെ? ഇങ്ങനാ നന്ദുകുട്ടൻ എങ്ങനെ നൈറ്റ് ബേബി ആണോ മോർണിംഗ് ബേബി ആണോ? നൈറ്റ് നേരത്തെ ഉറങ്ങിയിട്ട് 2 മണി. അതുവരെ നിങ്ങളൊക്കെ എന്താ ചെയ്യും? ഞങ്ങൾ എന്താ ചെയ്യാനാ? കൂടെ ഇരിക്കും. അച്ഛേ എനിക്കൊരു കാര്യം പറഞ്ഞുണ്ട്, കഥ പറഞ്ഞു തരുമോ? അടുത്ത് ഞങ്ങളടുത്ത് പിന്നെ രാത്രി ആകുമ്പോ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളടുത്ത്. ഞങ്ങൾക്ക് ഒന്ന് ഉമ്മ തരുക, അങ്ങ് തടവുക, ഭയങ്കര സ്നേഹം. രാത്രി ഇതേപോലെ ഒരു നല്ല കൊച്ചിനെ ദൈവമേ ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കും. രാവിലെ എന്ന് വെച്ചാൽ കുണം മാറി കരച്ചിലും വിളിയും ഇപ്പൊ കാണുന്ന പോലെയൊക്കെ.